ഇപ്പൊ നോക്കിയങ്ങള് ഈ കാർന്നര് വന്നിട്ട് പറയാ നൗഷാദിനും കുഞ്ഞാമേനും മറുപടി പറയല്ല കേട്ടോ, എന്നിട്ട് പറയണൊക്കെ നമുക്ക് മറുപടിയും ഇന്ന് മൂപ്പരൊന്ന് കൊണ്ടുവരാം, ഓനെ വെച്ചുകൊടുക്കും. നൗഷാദിനും കുഞ്ഞാമേനും മറുപടി പറയുകയല്ല, അവർക്ക് മറുപടി പറയുന്നതിനേക്കാളും നല്ലത് പൂച്ചക്ക് പുല്ല് പറിക്കാൻ പോയ എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ അവർ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച കാരണത്താൽ പല സുഹൃത്തുക്കളും ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, നബിസ്വല്ലല്ലാഹു തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കലാണ് നല്ലത് എന്ന നിങ്ങളുടെ വീഡിയോ ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നൗഷാദിനും കുഞ്ഞാമേനും മറുപടി അറിയില്ല. അത് മൂപ്പര് പറഞ്ഞില്ല, പൂച്ചക്ക് പുല്ല് പറിക്കാൻ പോലാ നല്ലതെന്ന്. അനക്ക് നല്ല എന്താണെന്നറിയോ? കാരണം പൂച്ചക്ക് പുല്ല് പറിക്കേ, നായക്ക് വെള്ളം കൊടുക്കുകയൊക്കെ നടത്തിക്കോ, പേരോണ്ണ തലോടാൻ പോകണ്ട. അതിനേക്കാളും നല്ലതാ അതാ. പൂച്ചക്ക് പല്ല് പറിച്ചു കൊടുത്താൽ, അല്ല പുല്ല് പറിച്ചു കൊടുത്താൽ അത് കിട്ടും. ഇനി പല്ല് പറിക്കണമെങ്കിൽ പല്ലും പറിച്ചു. അതുപോലെ തന്നെ നായക്ക് വെള്ളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ ഒരു കൂലി കിട്ടി. പേരോടിൻ്റെ ആസനം തലോടിയിട്ട് വെറുതെ കൈ ഉടക്കാൻ പോകണ്ട. അനക്ക് അതിനേക്കാളും നല്ലതാ അതാ. എന്നിട്ടോ പറയണത് എന്താ മൂപ്പര്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക. മറുപടി പറയല്ല എന്ന് പറഞ്ഞിട്ട് മുഴുവനും മറുപടി. ഇത് പണ്ടൊരാൾ പറഞ്ഞില്ലേ, മൗനജാഥ നടത്തുകയാണ് ഓട്ടുമ്പലങ്ങിട്ട്. മൗനജാഥ എന്ന് പറഞ്ഞാൽ എന്താ? മുണ്ടാണ്ട് പ്രതിഷേധം അറിയിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഒരുത്തം കയറിയിട്ട് പറഞ്ഞു മൗനജാഥ സിന്ദാബാദ്, പിന്നെ മൗനജാഥ പോകും. ഇതേമാതിരി മറുപടി പറയില്ല എന്നിട്ട് മൂപ്പരണ്ട് ഇറങ്ങിയിട്ട് പിന്നെ പറയണോക്കെ മറുപടിയാ. അത്രേ ഉള്ളൂ. പാവാണ്, ഒന്നുമില്ല എൻ്റെ മനസ്സിൽ, തലയിലൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ആയത് നമ്മളെ ബാലുവിൻ്റെ മാതിരി. ഇനി പറയണ കേട്ടോളെ വെച്ചു കൊടുക്കുക. രണ്ടാമത് തങ്ങളുടെ ശരീരത്തിനും അവിടുത്തെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങൾക്കും പ്രത്യേകതകളും ബറക്കത്തുകളും ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ പുണ്യമെടുക്കാൻ ബറക്കത്തെടുക്കാൻ സന്നദ്ധരാകുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. നിങ്ങൾ കേട്ടില്ലപ്പോൾ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിനും അതിൻ്റെ ഓരോ രോമകൂപങ്ങൾക്കും പ്രത്യേകതകളുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും വിശ്വസിക്കുകയും അതിൻ്റെ ബറക്കത്തെടുക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ആര്? നിങ്ങളോ? നിങ്ങൾക്ക് ഈ അസുഖപ്പൊന്നൊന്നിലും തുടങ്ങിയതല്ല. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്കുമായിട്ട് ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ നടക്കുമ്പോൾ, കൊടുമ്പിരി കൊള്ളുമ്പോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഹബീബരായ തങ്ങളെ ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് ബോഡി വേസ്റ്റ്. അന്ന് അതിനെതിരെ ശക്തമായിട്ട് ഞമ്മക്കിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും പ്രത്യേകിച്ച് വിരോധോ വിധേയത്വമൊന്നുമില്ല. പക്ഷെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടാൽ, മശായിഖിനെ തൊട്ടാൽ, അതിന് മതരംഗത്തുള്ളവരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും സാമൂഹിക രംഗത്തുള്ളവരാണെങ്കിലും അതിന് ശക്തമായ രൂപത്തിൽ നമ്മൾ പ്രാമാണികമായി പ്രതികരിക്കും. രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ പ്രതിരോധം തീർക്കും. അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കക്കിടിപ്പുറം ഉസ്താദിന്റെ ഉറൂസില് പേരോട്ടുകാരൻ അയൽവാദി പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അന്നൊക്കെ വർഷങ്ങളായിട്ട് അയാൾ വരുന്നതിൻ്റെ മുമ്പ് 1 മണിക്കൂർ ഞാൻ അവിടെ വഴുതു പറയലുണ്ട്. ഞാൻ അന്നിങ്ങനെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷഹർ മുബാറക്കുമായിട്ട് ബന്ധപ്പെട്ട് മുത്തു റസൂലിന്റെ ആസാർ ഷെരീഫായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് അന്നത്തെ മുനാഫിഖായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിഖാണ് അബ്ദുല്ലാഹി ഇബ്നു സലൂൽ. ആ മുനാഫിഖായ വാപ്പാക്ക് ഒരു സുന്നിയായ മകനുണ്ട്. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്ന അബ്ദുല്ലാ എന്ന് പേരുള്ള ഒരു മോന്. അത് സഹാബിയാണ്, അത് നല്ല മോനാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ വാപ്പ നശിച്ചോനാ, പഴച്ചോനാ, അവനൊരു പേരോടാ. അപ്പൊ ഈ വാപ്പ നന്നാകാൻ വേണ്ടി ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന മകൻ മൂപ്പരെന്ത് ചെയ്തു? ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പൊന്നാര തങ്ങൾ എൻ്റെ വാപ്പൊന്ന് നന്നായി കിട്ടണം. ആയതുകൊണ്ട് അവിടെ നിന്ന് വുളൂ ചെയ്ത വെള്ളം അത് കുറച്ച് ഞാൻ ശേഖരിക്കുകയാണ് ബർക്കത്തിന്. അത് കൊണ്ടുപോയിട്ട് ഈ പഹേന്റെ വയറ്റിലേക്ക് ഒന്ന് എത്തിച്ചോക്കട്ടെ. അതുകൊണ്ടാണ് നന്നായി കിട്ടുകയാണെങ്കിലോ രക്ഷപ്പെടുമല്ലോ. അപ്പൊ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുശരീരത്തിലൂടെ ടച്ച് ചെയ്ത, ആ തിരുശരീരം സ്പർശിച്ച വുളൂ ചെയ്ത വെള്ളം കൊണ്ടുപോയി എന്നിട്ട് ഈ വാപ്പാക്ക് കുടിപ്പിച്ചു. ആര്? മകനാകുന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു.
ഇവൻ കുടിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു സലൂൽ കുടിച്ചു. ഫുള്ളായിട്ട് കുടിച്ചു കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് വാപ്പാട് മോൻ ചെന്നിട്ട് ചോദിക്കാണ്, വാപ്പേ സന്തോഷമായിട്ടോ വാപ്പേ? എന്താടാ നിങ്ങളാ വെള്ളം കുടിച്ചില്ലേ? ആ ഫുള്ളായിട്ട് കുടിച്ചോ? ഫുള്ളായിട്ട് കുടിച്ചടാ മോനെ. ആ ഏതാ വെള്ളം എന്നറിയോ? ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ശരീരം ടച്ച് ചെയ്ത വെള്ള, ആ ശറഫാക്കപ്പെട്ട ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ള, അത് കുടിച്ചില്ലേ വാപ്പേ? നിങ്ങൾ നന്നാവുമല്ലോ, സന്തോഷായി. ഇത് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ മുത്തു റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അത് സ്പർശിച്ച വെള്ളം കിട്ടാൻ വേണ്ടി നേരത്തെ പറഞ്ഞില്ലേ, യക്തത്തിലൂന, എങ്ങനെ യുദ്ധത്തിന്റെ പ്രതീതി തിക്കും തിരക്കൊന്നും കൂട്ടാണ്ട് ഇക്ക് വളരെ സിമ്പിളായിട്ടിന്റെ മോനെ മേടിച്ചോണ്ട് തന്നല്ലോ, സന്തോഷായിക്ക കുടിക്കാൻ പറ്റിയല്ലോ എന്ന് കരുതി സന്തോഷിക്കല്ല ഈ ഹാമുക്ക് ചെയ്തത്. ഈ മുനാഫിക്കായ പേരോട് ഈ അബ്ദുല്ലാഹി ഇബ്നു സലൂല് ഓൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഓൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എടാ ഈ എന്നെ കൊണ്ടാ വെള്ളാണോ കുടിപ്പിച്ചത്? ആ വെള്ളം കുടിപ്പിച്ചതിനേക്കാളും അനക്ക് നല്ലത് സഖൈതനി ബൗല ഉമ്മിക്ക, എന്റെ അമ്മാടെ മൂത്രം കുടിപ്പിക്കായിരുന്നില്ലടാ അനക്ക് നല്ലത്. ആ ഹാമുക്ക് ചോദിച്ച ചോദ്യ. നീ ചങ്ങായി പേരോട്ടുകാരൻ ചങ്ങായി ചോദിക്കണമാതിരി, ആ തന്തപ്പിടി വന്നില്ലേ ഓൻ ചോദിക്കണമാതിരി ചോദിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. ഈ വിഷയം ഞാൻ അവിടെ വയലു പറഞ്ഞു. ഇത് വയലു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചങ്ങായി സ്റ്റേജ് മേൽ കയറി വരുന്നത്. ആര്? നയൽവാദി സ്റ്റേജ് മേൽ കയറി വരുന്നു. പിന്നെ അവിടുത്തെ സ്ഥാപനത്തിന്റെ ഒരു മൊയിലിയറുണ്ട്. ഓനവിടെ ഈ ദ്വയർക്കാനുള്ള ലിസ്റ്റൊക്കെ വായിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ചെയറും ഇരിക്കുന്നുണ്ട്, എന്റെ വലത്തെ ഭാഗത്ത് നയൽവാദി ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു തൊഴിൽ വന്നിട്ട് അടുത്തിരിക്കുന്നറിഞ്ഞു. അപ്പൊ ഒന്നും കൂടി അടുത്തേക്കിരുന്നു. എന്നൊരു കാര്യമായിട്ട് ചെവിയിലിനോട് സ്വകാര്യം പറയാ, ഇത്തരം വിഷയങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം നമ്മൾ പറയണ്ടാന്ന്. കണ്ടോ നിങ്ങള്? ഏത് വിഷയം? സഖൈതനി ബൗല ഉമ്മിക്ക എന്ന് മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു സലൂല് സുന്നിയായ അബ്ദുള്ള എന്ന മകനോട് ചോദിച്ച ചോദ്യം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുമായി ബന്ധപ്പെട്ട് അവിടത്തെ ശരീരം ടച്ച് ചെയ്ത വെള്ളത്തിനെ നിന്ദിച്ചിട്ട് ഈ മുനാഫിഖ് പറഞ്ഞ സംഭവം ഞാൻ അവിടെ വിശദീകരിച്ചപ്പോ അങ്ങനത്തെ കാര്യമൊന്നും പറയാണ്ടിരിക്കലാണ് ഇപ്പൊ തൽക്കാലം നമുക്ക് നല്ലത് ഈ ചെങ്ങായിനോട് പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ അന്ന് തുടങ്ങിയത് നിങ്ങളെ ഈ അസുഖം. അതിനോട് നിങ്ങൾക്ക് നിന്യതേ. എന്നിട്ടിപ്പൊ പ്രസംഗിക്കുന്നത് ഓരോ രോമകൂപങ്ങൾക്കും ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കണവരാണ് ഞങ്ങള്. അതിന്റെ ബറക്കത്തെടുക്കണവരാണ് ഞങ്ങള്. അതിന്റെ ബറക്കത്തെടുക്കലൊക്കെ നിക്കട്ടടോ. എന്ത് വർത്താന ബറക്കത്തെടുക്കലും വിശ്വസിക്കല്, അതൊക്കെ എവിടെ നിങ്ങക്ക്? ആ ബറക്കത്ത് നിങ്ങളാ വളർത്തുമോനോടൊക്കെ ചെങ്ങായി ആ സ്വകാര്യ സംഭാഷണം നടത്തി കേട്ടില്ല നിങ്ങള്? ആ മാഹിക്കാരൊരു ചെങ്ങായില്ലേ, ഒരു അസുരവിത്ത്, ഓനോട് മറ്റേ ചോദിച്ചല്ലോ, സ്വകാര്യത്തിൽ ഇങ്ങനെ സംഭാഷണം നടത്തല്ലേ, രഹസ്യ സംഭാഷണം നടത്തല്ലേ, ഒറ്റക്ക് വിളിച്ചോണ്ടോയിട്ട് ഉപദേശിക്കല്ലേ. അപ്പൊ മാഹിക്കാരൻ ഫുലാൻ ചോദിക്കുന്നുണ്ടല്ലോ, എന്ത്? മർക്കസിലുള്ള ഷെയർ മുബാറക്ക് റസൂലുള്ളാടെ ഷെയർ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ എന്റെ മറുപടി എന്താ? പേരോടിന്റെ മറുപടി എന്താ? മറുപടി അല്ലാന്ന് ഞാൻ പറയൂല. വിഷയം തിരിഞ്ഞില്ല നിങ്ങൾക്ക്? ആ ചോദ്യമൊക്കെ ചോദിക്കുമ്പോ ഉടനെ പറയണ്ടടോ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. അത് നീ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഈ മുനാഫിഖിന് കഴിഞ്ഞില്ല. ഇവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം വേറല്ലേ, അത് മറനീക്കി പുറത്തു വരല്ലേ. എന്ത് വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? എന്നിട്ട് പറയാ ഞങ്ങൾക്ക് കയ്യിൽ വിശ്വാസമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഞാനും പേരോടും ഞങ്ങളൊക്കെ ആ രൂപത്തിലുള്ളവരാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടി ശേഷം അയാൾ പറയണ്ട്. വരുത്തി തീർക്കല്ല, അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്ത് വിശ്വാസം അതിലുള്ളത്? എന്നിട്ട് ബറക്കത്തെടുക്കാനൊക്കെ ആഗ്രഹിക്കണവരാ, ഞങ്ങൾ അതിന് സന്നദ്ധരാകണവരാ. ബറക്കത്തെടുക്കലും വിശ്വസിക്കലൊക്കെ പോട്ടെ, ആ ശറഫാക്കപ്പെട്ട ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരദബിന്റെ വാക്ക് പോലും പറയാൻ നിങ്ങളെ നാവിന് കഴിയുന്നില്ല. കഴിഞ്ഞോ? ആദ്യത്തെ ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞെന്താ? മുത്തു റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ പ്രത്യേകതകൾ പറയരുത് സോഷ്യൽ മീഡിയകളിൽ, മറ്റുള്ളവരത് ട്രോളും. ഇപ്പൊ ഞങ്ങളതിനെ പ്രതികരിച്ചപ്പോ അതിന് മറുപടി എന്നോളം വന്നിട്ട് മറുപടി അല്ലാതും പറഞ്ഞിട്ട് നിങ്ങൾ പറയണ വാക്കെന്താ? കേക്കാൻ ഞമ്മക്ക് വിഷമുണ്ട്, പക്ഷേ ഇവരെ കാപട്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഈ ഉമ്മത്തിനെ ഈ പേരോടും കൂട്ടരും
ഇതുപോലെയുള്ള നരച്ചവരുമല്ലാത്തവരുമായ മൊയ്ലിയാക്കന്മാരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? ഇയാള് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കണ കാരണരായി മൊയ്ലിയേര്. ഇയാള് പഠിപ്പിച്ച കുട്ടികളെ അവസ്ഥ എന്താവും? എന്താ ഇയാള് പഠിപ്പിക്കണത്? ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗത്തെക്കുറിച്ച് ഈ ലക്ഷണം കെട്ടവൻ പറയുന്ന വാക്ക് കേട്ടപ്പോ കൽബ് പടഞ്ഞുപോയി. വെച്ചു കൊടുക്ക, എന്താ പറയണത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനും മാലിന്യങ്ങൾക്കും, അതായത് വിസർജ്യ വസ്തുക്കൾക്കും, ഒന്നുകൂടി വെച്ചു കൊടുക്ക. അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനും മാലിന്യങ്ങൾക്കും, അതായത് വിസർജ്യ വസ്തുക്കൾക്കും. ഇതേത് ദീനാണോ? അത് എന്ത് സുന്നിയാണോ? എന്ത് ആദരവാണോ അവർക്കുള്ളത്? ഹബീബരായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ മാലിന്യമോ, മുത്ത് റസൂൽ വിസർജ്യമോ? ഇതാണോ അദബ്? ഇതാ എന്റെ ഓരോ വിഷയത്തിലും അനക്ക് സന്നദ്ധത ഉണ്ട്, ബറക്കത്തെടുക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. ഇതാണോ നിങ്ങളെ വിശ്വാസം? ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല. ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതിനേക്കാൾ അയാള് ബോഡി വേസ്റ്റ് എന്നാ പറഞ്ഞത്. ഈ ചങ്ങായി പറഞ്ഞത് എന്താ? പേരോടിന്റെ മൂട് താങ്ങി പറഞ്ഞത് എന്താ? കേട്ടില്ലേ നിങ്ങള്? അതിനേക്കാളും കടുപ്പപ്പെട്ട വാക്ക്. അത് നിങ്ങളെ ഉള്ളിലുള്ളതേ പുറത്തേക്ക് ചാടൂ. നിങ്ങളെ ഉള്ളിലുള്ളതാ പുറത്തേക്ക് ചാടിയത്. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യം, ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞതിനേക്കാളും കടുപ്പപ്പെട്ട വാക്കല്ലേ പറഞ്ഞത്? എന്ത് തോന്നിവാസാടോ? ഞങ്ങളോടുള്ള എതിർപ്പുണ്ട്. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും പറയാം. എന്നിട്ട് പറയാ, ഇമാം തുർമുദി തങ്ങളെ പോലെയുള്ള ആളുകൾ അവിടുത്തെ ശമായിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കണോരാ ഞങ്ങൾ. എന്ത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് ഇയാളും പേരോടും എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള നീക്കള. വരുത്തി തീർക്കല്ല, നിങ്ങളെ വായിലൂടെ പുറത്തു വന്നതാ. നിങ്ങളെ വായിലൂടെ പുറത്തു വന്ന വിസർജ്യാണ് ഇപ്പൊ ഞാൻ വെച്ച് കേൾപ്പിച്ചത്. അടുത്ത് പറയട്ടെ. വളരെയധികം ഇമാം തിർമിദിയെ പോലെയുള്ള ഇമാമികൾ പറഞ്ഞു തന്നതുമാണ്. അതെല്ലാം നാം വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് പേരോട് ഉസ്താദും ഇയാളും എന്നൊക്കെ പറഞ്ഞ് നമ്മെ പരിഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അതെല്ലാം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പണ്ഡിതന്മാരെല്ലാം. പക്ഷേ അതൊക്കെ മുഅ്മിനീങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി എവിടെയെങ്കിലും മുഅ്മിനീങ്ങളുടെ സദസ്സിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നല്ലതല്ല എന്നൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം വിഷയങ്ങളെല്ലാം നബിയെ ഉൾക്കൊള്ളാത്ത, വിശ്വസിക്കാത്ത, മനസ്സിലാക്കാത്ത മതവിരുദ്ധരും യുക്തിവാദികളും വഹാബി മൗദൂദികളും ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ അടങ്ങുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ആണോ ഈ ആളുകൾ അത് ഉപയോഗിക്കുക? അതല്ല. അത്തരം കാര്യങ്ങളൊക്കെ പ്രഭാഷകന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ക്ലിപ്പുകളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പരിഹാസ്യ പാത്രമാക്കുകയാണോ ചെയ്യുക എന്ന് ഈ കാലഘട്ടത്തിന്റെ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട്? എന്താ അയാളെ വിശദീകരണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തപ്പോ പറയണ്ടെന്ന് പറഞ്ഞതിന്റെ അയാളെ കാരണം അയാൾ ആ വാദത്തിൽ ഒന്നുകൂടി ഉറച്ചു നിൽക്കുക. ആ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇമാം തുർമുദി അവിടുത്തെ ശമായിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി ശമായിലിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ പ്രത്യേകതകളൊക്കെ അതില് ഇയാൾക്കും പേരോടിനൊന്നും വിശ്വാസമല്ല എന്നാണ് ഇവര് പറയണത്. വിശ്വാസമല്ല എന്ന് ഞങ്ങൾ പറയണതല്ല. ഞങ്ങളെ വർത്താനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടില്ലപ്പോ. ഞങ്ങൾ പറയണതല്ലല്ലോ, ഞങ്ങളുടെ ആരോപണമല്ലല്ലോ. എന്നിട്ട് പറയണ എന്താ? അന്ന് സോഷ്യൽ മീഡിയയിൽ ഇടരുത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, യുക്തിവാദി, നിരീശ്വരവാദി പോലെയുള്ളതാരാ? മുസ്ലിം ജമാഅത്തും പെടുത്തിക്കോളങ്ങൾ.
യുക്തിവാദി, നിരീശ്വരവാദി, മുജാഹിദ്, ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത്. നിങ്ങളൊക്കെ ആളുകളുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിന്റെ ആ സാഹചര്യത്തിൽ നിന്ന് പലതും അടർത്തി മാറ്റി നിങ്ങൾ ക്ലിപ്പാക്കി പ്രചരിപ്പിക്കും. അതിന്റെ ആശാന്മാരല്ലേ നിങ്ങള്? അതിന്റെ ആശാന്മാരങ്ങള്. ഇതിന്റെ പേരിൽ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രത്യേകത പറയരുത് സോഷ്യൽ മീഡിയയില്. നിങ്ങൾ പറഞ്ഞ എന്താ നേരത്തെ? ആ ആൾക്കാർ മാത്രം ഉള്ളോടത്ത് പറഞ്ഞാൽ മതി, മുഹിബ്ബീങ്ങൾ മാത്രം ഉള്ളോടത്ത് പറഞ്ഞാൽ മതി, അല്ലാത്തോടത്ത് പറഞ്ഞാൽ എന്താ പറഞ്ഞ നിങ്ങള്? പരിഹാസ്യ കഥാപാത്രമാക്കി മുത്തു റസൂലിനെ മാറ്റും, പരിഹാസ്യപാത്രമാക്കി മാറ്റും എന്നല്ലേ പറഞ്ഞത്? അല്ല മൊയ്ലിയാരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ ട്രോളിന് യുക്തിവാദി ഇല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ജബ്ബാർ മൗലവി, ജബ്ബാർ മാഷ് എന്ത് നടത്തുന്നുണ്ട്? ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. അത് ഖുർആൻ ക്ലാസ് എന്തിനാ നടത്തുന്നത്? ഖുർആനിനെ ട്രോളാൻ, പരിഹസിക്കാൻ. അയാള് ഖുർആൻ വെച്ചിട്ട് ക്ലാസ് നടത്തുക. ഇവിടെ ഖുർആന്റെ പരിഭാഷ അല്ലേ യുക്തിവാദിക്ക് വായിക്കാൻ, നിരീശ്വരവാദിക്ക് വായിക്കാൻ? ബുഖാരിയുടെ പരിഭാഷ അവിടെ കിട്ടില്ലേ? ഫത്ഹുൽ മുഈന്റെ പരിഭാഷ വരല്ലേ? ഈ കാലഘട്ടത്തിൽ അത് വ്യാപകല്ലേ? ഇനി പരിഭാഷ ഒരാളെ കയ്യിൽ കിട്ടില്ല എന്ന് കരുതുക. എടോ, അവനാന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ വെച്ചിട്ട് ആ സമയം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ അല്ലേ? അത് വെച്ചിട്ട് ഏത് ആയത്താണോ ഹദീസാണോ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിക്കൂടെ? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബുഖാരി എന്താ ചെയ്യുക? മുസ്ലിം എന്താ ചെയ്യുക? ഹദീസിന്റെ കിതാബുകൾ എന്താ ചെയ്യുക? ഖുർആൻ എന്താ ചെയ്യുക? ട്രോളന്മാര് ട്രോളും, നിരീശ്വരവാദി ട്രോളും, യുക്തിവാദി ട്രോളും എന്ന് കരുതിയിട്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നാണോ നിങ്ങളെ വാദം? നിങ്ങൾക്ക് ഇതൊന്നല്ല ലക്ഷ്യം. നിങ്ങളെ ലക്ഷ്യം എന്താ? നിങ്ങളതിനോരോ സാങ്കേതികത്വങ്ങൾ പറയാം. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഞങ്ങളെ മുത്തു റസൂലും അള്ളയും മശായിഖും ഔലിയാക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലേ? ഖുർആന്, ബുഖാരി, മുസ്ലിം, മറ്റ് സഹീഹായ ഹദീസുകളുടെ കിതാബുകള്, മശായിഖന്മാരുടെ കിതാബുകൾ, അതൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഞങ്ങളെ മശായിഖിന്റെ അഹ്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലേ? നിങ്ങളെ നേതാക്കന്മാരുണ്ടാക്കിയ കറാമത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ കവർച്ച നടത്തിയ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ നിങ്ങള് സോഷ്യൽ മീഡിയയിലോട്ട് പറയലുണ്ട്? നിങ്ങളെ നേതാക്കന്മാരെ പറ്റി എന്തൊക്കെ? എടോ, ശാരീരിക ലോകല്ലേത്? ആലമുദ്ദുനിയ. ഇവിടെ മുത്തു റസൂലിന്റെ ശരീരത്തിന്റെ മഹത്വം പറയണ്ടേ? ഉറുവതങ്ങൾ അത് വന്നിട്ട് പറഞ്ഞു കൊടുത്തില്ലേ? ആളുകൾക്കതിൽ മനസ്സ് മാറ്റം വന്നില്ലേ? മുത്തു റസൂലിന്റെ ശാരീരിക സവിശേഷതകൾ, പ്രത്യേകതകൾ അത് പറഞ്ഞു കൊടുത്തോണ്ട് എത്ര ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി? പരിശുദ്ധമായ മങ്കൂസ് മൗലിദിൽ വരല്ലേ മുത്തു റസൂലിനെ സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടത്തെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശിയ സുഗന്ധം, അവിടത്തെ പരിശുദ്ധമായ പുഞ്ചിരി തൂകുന്ന വദനം, അവിടത്തെ കയ്യിന്റെ മൃദുലത, അത് സ്വപ്നത്തിലൂടെ അനുഭവിച്ചിട്ട് ഇസ്ലാം മതം ആശ്ലേഷിച്ചില്ലേ? മുത്തു റസൂലിന്റെ സ്നേഹവലയം പുലുകിയില്ലേ? മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ഹിദായത്ത് സിദ്ധിച്ചില്ലേ? അവിടെ ആശയം പറഞ്ഞാ മതി, ആദർശം പറഞ്ഞാ മതി. ഏതാദർശാണോ നിങ്ങൾ പറയണത്? മുത്തു റസൂലിനെ മാറ്റിയിരുത്തിയിട്ട് എന്താ ആദർശ? വെറുതെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നേതാക്കന്മാരെ മഹത്വങ്ങൾ പറയണില്ലേ? അതിനെത്ര ആളുകൾ ട്രോളിനില്ലേ? അവിടെ നിങ്ങൾക്ക് ഈ പ്രശ്നമല്ല. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക സവിശേഷതകൾ, പ്രത്യേകതകൾ പറഞ്ഞാൽ അത് ട്രോളും. അത് ട്രോളെന്ന് എഴുതിയിട്ട് മുത്തു റസൂലിന്റെ മഹത്വം പറയരുതെന്നോ? ഞങ്ങളത് പറയും. അത് ട്രോളുന്നവർക്ക് ട്രോളാം. അതാരെങ്കിലും ട്രോളുന്നുണ്ടെന്ന് കരുതി ഞാൻ ചോദിക്കട്ടെ, ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈവാഹിക ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രോളലുകൾ ഇവിടെ നടക്കുന്നുണ്ട്? അല്ലാഹുവിന്റെ റസൂലിനെ ഏതൊക്കെ രൂപത്തിൽ സ്ത്രീലമ്പടൻ എന്ന് വരെ പിശാചുക്കളായ യുക്തിവാദികളും നിരീശ്വരവാദികളും പരിഹസിക്കുന്നില്ലേ? എന്ന് കരുതിയിട്ട് ഹബീബരായ തങ്ങൾ ആ വൈവാഹിക ജീവിതത്തിന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഇനി പറയാൻ പാടില്ല എന്നാണോ? എവിടുന്നാടോ നിങ്ങളൊക്കെ എണീറ്റ് വരുന്നത്? അത് ഏതെങ്കിലും ആൾക്കാർ ട്രോളും, പരിഹസിക്കും,
മുത്ത് റസൂലിനെ പരിഹസിക്കും. ആരെയാടോ അവിടെ പരിഹസിക്കാതിരുന്നിട്ടുള്ളത്? ഹബീബരായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് എന്നെ പറഞ്ഞില്ലേ, മുഹമ്മദേ ഇന്നക ലമജ്നൂൻ, മജ്നൂനാണെന്ന് മുത്ത് റസൂലിനോട് പറഞ്ഞിട്ടില്ലേ? ഹബീബരായ തങ്ങളെ പരിഹസിച്ചിട്ടില്ലേ? വിമർശിച്ചിട്ടില്ലേ? അതൊക്കെ ശത്രുക്കൾ നടത്തോടോ. അത് നടത്തുന്ന എഴുതിയിട്ട് ഇവിടെ ഹബീബരായ തങ്ങളെ മദ്ഹ് പറയരുതെന്നോ? എവിടുന്നാടോ ഈ തിയറി എനിക്ക് കിട്ടിയത്? എവിടുന്നാ നിങ്ങൾ വരുന്നത്? ആയതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം മുത്ത് റസൂലിന്റെ, ഞാൻ പറഞ്ഞില്ല കക്കടിപ്പുറം റൂസിൽ വെച്ച് ഇനി അത് തൽക്കാലം പറയേണ്ടതില്ല എന്ന് പേരോട് അന്ന് എന്നോട് ഉപദേശം തന്നു. അന്ന് ഞാൻ ആ സംഘടനയിൽ അംഗല്ലേ. അന്ന് ഈ ഹമുക്ക് കാക്ക പറയണത് വേദായിട്ട് വിശ്വസിക്കണ കാലല്ലേ ഈ ദജ്ജാല് പറയണത്. അന്ന് നമ്മളതിൽ കുടുങ്ങിപ്പോയി. പിന്നീടല്ലേ ഇവരുടെ കാപട്യം മറനീക്കി പുറത്തു വരുന്നത്. പിന്നെയാണ് വളർത്തുമോൻ മാഹിക്കാരനുമായിട്ടുള്ള രഹസ്യ സംഭാഷണം പുറത്തു വരുന്നത്. അപ്പോൾ ആ കക്കടി പുറത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞതും ഈ ചെങ്ങായി ആയിട്ടുള്ള വളർത്തുമോനായിട്ടുള്ള സംഭാഷണം കൂടി കേട്ടപ്പോ ഇയാളെ ഉള്ളിലെ കാപട്യം മറനീക്കി പുറത്തു വന്നത് എനിക്ക് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവരെ ലക്ഷ്യം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിശേഷത പറയരുത്. ഷഹർ മുബാറക്കായിട്ട് ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ കത്തി. നിങ്ങൾ എന്തിനാ രണ്ടാം കേരള യാത്ര നടത്തിയത്? അന്ന് നിങ്ങളെ സംഘടനയുടെ ക്യാബിനറ്റ് കൂടിയിട്ട്, നിങ്ങളുടെ ആലോചനാ സമിതി കൂടിയിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത എന്താ? നിങ്ങളെ സെക്രട്ടേറിയറ്റ്, നിങ്ങളെ PB, നിങ്ങളെ CB, നിങ്ങളെ തേങ്ങാക്കൊല ഒക്കെ കൂടിയിട്ടെടുത്ത തീരുമാനം എന്താടോ? ഈ ഷഹർ മുബാറക്കിന്റെ വിവാദം വന്നതോടുകൂടി നമ്മളെ സംഘടന 10 കൊല്ലം പുറകോട്ടുപോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ? അത് തേച്ചു മാച്ച് ഇല്ലായ്മ ചെയ്ത് സമൂഹത്തിൽ നല്ല പിള്ള ചമഞ്ഞ് ഞങ്ങൾക്ക് അത്തരം വിഷയങ്ങളോട് ഒരിക്കലും ഞങ്ങളുടെ സംഘടന അത്തരം ഔട്ട് ഓഫ് ഫാഷനായ അറുപഴഞ്ചനായ വിഷയങ്ങളോട് ഞങ്ങൾക്ക് സംഘടനാപരമായ ആഭിമുഖ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും മതവിരോധികളെയും പുത്തനാശയക്കാരെയും നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കാനും ചേർത്തു പിടിക്കാനും അവരുമായുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് ഭൗതികമായ ലാഭങ്ങൾ നേടിയെടുക്കാനും അമ്പരചുംബികളായ മണിമന്ദിരങ്ങൾ പടുത്തുയർത്താനും വിദേശത്തുള്ള ബിസിനസ്സുകൾ മെച്ചപ്പെടുത്താനും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ബിനാമികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, ബാങ്ക് ബാലൻസുകൾ സജീവമാക്കാനും അങ്ങനെയുള്ള ആളുകളെ നിങ്ങളെ കടുപ്പിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ മാനവികതയുടെ ഉണർത്തുപാട്ടുമായി നിങ്ങൾ നടത്തിയ കപട നാടകമല്ലടോ രണ്ടാം കേരള യാത്ര? അല്ലേ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഹർ മുബാറക്കിന്റെ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾക്കത് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? നിങ്ങളെ പ്രസ്ഥാനത്തിനെ 10 കൊല്ലം പുറകിലേക്ക് കൊണ്ടുപോയില്ലേ? ഉളുപ്പില്ലാത്ത വർഗം. ആ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹറു ഷരീഫിന്റെ പേര് പറഞ്ഞിട്ട് ഓരോ ഗ്രാമാന്തരങ്ങളിൽ വരെ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അന്ന് പാവപ്പെട്ട പ്രവർത്തകരായ ഞങ്ങൾ വെച്ച ബോർഡുകൾ, ഫ്ലക്സ് ബോർഡുകൾ, എന്താ പറഞ്ഞത്? തിരുശേഷിപ്പിനൊരു ഉത്തമ കേന്ദ്രം ഷഹർ മുബാറക്ക് മസ്ജിദ് കോഴിക്കോട് പട്ടണത്തിൽ 40 കോടി രൂപ ചിലവിൽ ഒരേ സമയം 25,000 ആളുകൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പാകത്തക്ക രൂപത്തിലുള്ള പള്ളി. ഷഹർ മുബാറക്ക് സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് അത് കാണാനുള്ള സൗകര്യം. ആ പള്ളി എവിടെ? ആ പള്ളി എവിടെ? റബീഉൽ അവ്വൽ മാസാണ് അത്. AP ഗുണ്ടകളെ, ഇത് റബീഉൽ അവ്വൽ മാസ. അന്ന് പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന്, എനിക്കറിയാം എന്റെ തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടം ഭാഗത്തുള്ളൊരു പാവപ്പെട്ട ഉമ്മ, വിധവയായ ഉമ്മ, തയ്യൽ ജോലിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മാതാവ്, ഓരോ ദിവസവും തയ്യൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന അവരുടെ കുടുംബത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഉപജീവന മാർഗം, അതിൽ നിന്ന് മാറ്റിവെച്ച ക്യാഷുകൾ സ്വരൂപിച്ച് 1000 രൂപയുടെ കൂപ്പൺ സ്വീകരിച്ച് ആ പാവപ്പെട്ട ഉമ്മ
ആ ഭാഗത്തന്ന് വഅലിന് പോയപ്പോ എന്റെ കയ്യിലേൽപ്പിച്ച 1000 രൂപ. പാടത്തു പോയി പണിയെടുക്കുന്ന പാവപ്പെട്ടവരായ സഹോദരങ്ങൾ എല്ലുമുറിയ പണിയെടുത്ത് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ, അവരുടെ രക്തത്തിന്റെ ഗന്ധം മാറാത്ത വിയർപ്പിന്റെ ഗന്ധമടിച്ചു വീശുന്ന ആയിരക്കണക്കിന് രൂപകൾ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ഹയാത്തിലിരിക്കുന്നവരുമായ ആളുകളുടെ പേരിൽ ഞങ്ങൾ സ്വരൂപിച്ച ആയിരങ്ങൾ. തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് സെന്ററിലും കുന്നംകുളം ലിവാട്ടവറിലും ആളുകളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ സ്വരൂപിച്ചെന്ന ലക്ഷങ്ങൾ 2013 ഫെബ്രുവരി മാസം 3-ാം തീയതി കേച്ചേരി മമ്പൂർഹുദയുടെ സ്റ്റേജിൽ വെച്ച് തന്ന 1 ലക്ഷം രൂപ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ തിരുശേഷിപ്പിനൊരു ഉത്തമ കേന്ദ്രം 40 കോടി രൂപ ചിലവിൽ കോഴിക്കോട് പട്ടണത്തിൽ 25,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന ഷൈർ മുബാറക്ക് മസ്ജിദ്. ഇതിന്റെ കഥ മാത്രല്ല, ഈ ഇരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ ഞങ്ങളുടെ സദസ്സിലുള്ള കൂട്ടുകാർ, വിദേശത്തുനിന്ന് ലക്ഷങ്ങൾ പിരിച്ചു കൊടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ അന്ന് ഇവിടെ 1000 ഉറുപ്പ്യ, അവിടെ 100 റിയാലാ. 100 റിയാലിന് ഉറുപ്പ്യ എത്ര പൈസ? 2000-2500 ഉറുപ്പ്യ. എത്ര പിടുങ്ങിയിട്ടുണ്ട് നിങ്ങള്? ഇവിടെയുള്ള പാവപ്പെട്ട ഉസ്താദുമാര്, ഞങ്ങളെ പ്രവർത്തകര്, എന്തിനാ ഇപ്പൊ ഞങ്ങളെ ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി, ഞങ്ങളെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പള്ളി, അതിന് നിങ്ങൾ എന്തിനാ ഞങ്ങളെ പൈസ ഉണ്ടായവന്മാരയില് അതിട്ട് തരിങ്ങള്? എന്നിട്ടല്ലേ നിങ്ങളെ ചേലക്കല് മുത്ത് റസൂലിന്റെ ഷൈർ മുബാറക്കിന്റെ പള്ളി ഉണ്ടാക്കാനാന്നും പറഞ്ഞിട്ട് കോഴിക്കോട് പട്ടണം കൈതപ്പൊയില്, കോഴിക്കോട് പട്ടണത്തിന് കൈതപ്പൊയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങോട്ട് വീട് തന്നെ വിടലം ഗബീറ, ബടായി പൊട്ടിക്കുക. അത് വിശ്വസിക്കാൻ കുറെ മൊയന്തേളായ അനുയായികളും ഞങ്ങളാ പണിക്ക് കിട്ടൂല. നിങ്ങൾ മനസ്സിലാക്കണം, യാതി തോന്നിവാസൊക്കെ നിങ്ങൾ നടത്തി. എന്നിട്ട് നിങ്ങൾക്ക് അമ്പരച്ചുംബിയായ ബിൽഡിങ്ങുകളായി, ബിസിനസ്സുകളായി, ആളുകളെ ഷെയർ മേടിച്ച് കൊടുക്കാതെ ഷെയർ മുബാറക്ക് പള്ളിയുടെ പേരും പറഞ്ഞിട്ട് ബിസിനസ് ഉണ്ടാക്കിയ പള്ളി, അതിന്റെ ചുറ്റുണ്ടാക്കിയ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകള് താല് തീർത്താ തീരുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് വരിക. നിങ്ങൾ എന്താ മനസ്സിലാക്കിയതെന്ന് ഞങ്ങൾ അറിയണില്ലെന്നോ? ഞങ്ങള് വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ പോക്ക് എവിടുക്കാൻ നോക്കട്ടെ, എന്നിട്ട് ബാക്കി ഞങ്ങളെ കളിയാണ്ട് തുടങ്ങാം. ഞമ്മക്കതൊന്ന് നോക്കുക. നിങ്ങൾ ആരായിട്ടാ കളിക്കണത്? ഞങ്ങൾ നിങ്ങളെ കൂടെ കിടന്നവരല്ലേ ചെങ്ങായിമാരെ. നന്നായിട്ട് നിങ്ങളെ രാപ്പനി എന്താന്ന് ഞങ്ങൾക്കറിയാലോ. കുറച്ചൊന്നല്ല, 27 കൊല്ലങ്ങളൊപ്പം ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളതിലുള്ള 99.9% ആൾക്കാരും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വന്നവരാ. അപ്പൊ ഏകദേശം നിങ്ങളെ സ്പന്ദനങ്ങൾ എന്താന്ന് ഞങ്ങൾക്ക് അറിയണമാതിരി വേറെ ടീമുകൾക്ക് അറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിലുള്ള പുതുതലമുക്ക് അറിയാനേക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം. ഷൈർ മുബാറക്ക് കാലത്തൊക്കെ വിവാദങ്ങള്, മർക്കസിൽ നടന്ന ചർച്ചകള്, സ്റ്റുഡൻറ് സെന്ററിലേക്ക് വിളിച്ചിട്ടുണ്ടാക്കിയ എങ്കലാബുകള്, ഇസ്ലാമിക് സെന്ററിൽ നടന്ന ചർച്ചകള്, മസ്ലഹത്തുകള്, 11 അംഗ കമ്മിറ്റിയുടെ തീരുമാനം ലംഘിച്ചത്, ഇതൊക്കെ കഥകളുണ്ട് ചങ്ങായിമാരെ. അപ്പോ ഈ പണിയൊക്കെ നിങ്ങൾ നടത്താം. നിങ്ങൾക്ക് ഇപ്പൊ ഷൈർ മുബാറക്കിനോട് ഒരു വിമുഖത, നിങ്ങൾക്ക് അതിൽ വിശ്വാസമല്ല. അതപ്പോ മറനീക്കി പുറത്തു വന്ന് എന്നിട്ട് പറയണ എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാസ്യ കഥാപാത്രമാകും, പരിഹാസ്യ പാത്രമാകും എന്ന നിലക്കാണ് ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം പറയാ ഉളുപ്പില്ലാണ്ട് മുത്ത് റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗത്തെ സംബന്ധിച്ച് മാലിന്യം ഇന്ന് വരെ ഒരു വഹാബി പോലും പറയാത്ത വാക്ക്, ഒരു മൗദൂദി പറയാത്ത വാക്ക്, ഒരു യുക്തിവാദി പറയാത്ത വാക്ക്, ഒരു നിരീശ്വരവാദി പറയാത്ത വാക്ക്. അതുകൊണ്ടാണോ നിങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നത്? വഹാബിയേക്കാൾ, മൗദൂദിയേക്കാൾ, തബ്ലീഗുകാരേക്കാൾ, യുക്തിവാദിയേക്കാൾ, നിരീശ്വരവാദിയേക്കാൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇത്ര നശിച്ചൊരു വിഭാഗം AP സമസ്തയിൽ ഇത്തരം കൂപമണ്ഡൂപങ്ങളാണ്. ഞങ്ങൾ വെറുതെ പറയണല്ല, തെളിവുകളുടെ പിൻബലത്തോടെ. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹാസ പാത്രമാക്കി മാറ്റുന്നു. എന്നാ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് എന്തു പറഞ്ഞാലും അതൊക്കെ പുറത്താവും. സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വന്ന് അത് പ്രചരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാസ്യപാത്രമാകുന്ന എഴുതിയിട്ടാണ് ഇയാൾ പറയാത്തത്. അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാ ഈ കാലഘട്ടം ഏതാ? പേരോട് പറയട്ടെ.
സോഷ്യൽ മീഡിയ യുഗത്തിൽ എവിടെ പറഞ്ഞാലും പരസ്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒരു സാധനം മുന്നിൽ വെച്ചിട്ട് അല്ലെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നമ്മളെ കുട്ടികൾ മാത്രമുള്ള സ്ഥലം പറയാൻ വേണ്ടി യാതൊരു കാര്യമില്ല. കാരണം ലോകത്താകെ എല്ലാ അമേരിക്കയിലും ബ്രിട്ടനിലും എത്തും എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ഈ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും ഒക്കെ പുറത്താവും. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതേതായാലും പുറത്താവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണ്ട, പറയണ്ട. നേരത്തെ മറ്റാൾ പറഞ്ഞ എന്താ, ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിൽ നമ്മളത് പറഞ്ഞാൽ അത് പരസ്യവും. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും പുറത്താവും, പരസ്യവും. അപ്പൊ ആരെ മഹത്വം പറയണ്ട? അള്ളാഹുവിന്റെ റസൂലിന്റെ ശാരീരിക സവിശേഷത പ്രത്യേകത പറയരുത്. ഇതെന്നെ നിങ്ങളെ വാദം, ഇതെന്നെ നിങ്ങളെ വാദം. അത് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളെ ഹിഡൻ അജണ്ടേ അതിനാണ് നിങ്ങൾ മാനവികതയുടെ ഉണർത്തുപാട്ടുമായിട്ട് 2ാം കേരള യാത്ര നടത്തി. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ മരണസഞ്ചാരം മാനവ സഞ്ചാരമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആൾക്കാരെ കയ്യടി കിട്ടണം. മുത്ത് റസൂൽ എന്തായിക്കോട്ടെ, മശായിഖ് എന്തായിക്കോട്ടെ, ഔലിയാക്കൾ എന്തായിക്കോട്ടെ, ദീൻ എന്തായിക്കോട്ടെ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളെ സാമ്രാജ്യം സജീവാക്കണം, നിങ്ങളെ സാമ്പത്തിക സോഴ്സ് സജീവാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ പ്രവർത്തകരെ, ഞങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല. ഇവരുടെ ഉള്ളിലെ ഹിഡൻ അജണ്ടകൾ ഓരോന്നും മറനീക്കി പുറത്തു വരിക. അല്ലെങ്കിൽ ആ മൗലവിയുടെ വായിൽ നിന്ന് വരാൻ പാടുള്ള വാക്കാണോ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ച് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മാലിന്യം, വിസർജ്യം എന്നൊക്കെ പറയുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ നാവുകൊണ്ട് പറയല് പോയിട്ട് കൽബിൽ ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ടാ പറയുന്നത്, മടവൂരി ശൈഖുനയെ കുറിച്ച് മോശ പരാമർശം നടത്തിയ ഹയവാൻ അവന്റെ വായിൽ നിന്ന് ഇത്രയേ പ്രതീക്ഷിക്കാവൂ. ഇവന്റെ നേതാക്കന്മാരെ മഹത്വം പറയാം, ശാരീരിക ലാവണ്യം പറയാം, ശാരീരിക സവിശേഷത പറയാം. എടാ, ഇത് ആലമുദ്ദുന്യയാണ്, ആലമുൽ അജ്സാദാണ്. ഇവിടെ ശാരീരിക ലോകത്ത് ശരീരത്തിന്റെ മഹത്വം തന്നെയാണ് പറയുക. റബീഉൽ അവ്വൽ 12-ന് ഈ ഭൗമലോകത്തേക്ക് വന്നത് മുത്ത് റസൂല് ശാരീരിക ലോകത്തേക്ക് വന്ന അതേവ സമ്മാഹു മുഹമ്മദാ. ആ നൂറിനെ ആവരണം ചെയ്തിരിക്കുന്ന ദാത്തു ശരീഫിന് ഇട്ടുകൊടുത്ത പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധി ഞങ്ങൾ പറയും. അവിടുത്തെ ശരീരത്തിന്റെ ഓരോ മഹത്വങ്ങളും ഞങ്ങൾ പറയും. ഞങ്ങളെ ജീവിതത്തിൽ, ഞങ്ങളെ ശരീരത്തിൽ രക്തബിന്ദുക്കൾ ചലിക്കുന്ന കാലത്തോളം ഏത് യുക്തിവാദി ട്രോളിയാലും, ഏത് നിരീശ്വരവാദി ട്രോളിയാലും, ഏത് പുത്തൻവാദി പരിഹസിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളെ മുത്തിന്റെ മഹത്വം പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. അത് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ ഔട്ട് ഓഫ് ഫാഷനായി അറുപഴഞ്ചന്മാരാക്കി, ലോകം തിരിയാത്തവരാക്കി, അതേ പിന്തിരിപ്പന്മാരാക്കി, യാഥാസ്ഥികരാക്കി, എന്തൊക്കെ മുദ്രകുത്തിയാലും ഞങ്ങളെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ മഹത്വം പറയുന്നതിൽ ഞങ്ങൾ അഭിമാനപൂരിതരാ. അത് ഞങ്ങൾ ഉറക്ക വിളിച്ചു പറയുക തന്നെ ചെയ്യും. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബ് നമുക്ക് നമ്മുടെ മശായിഖന്മാരുടെ വസീലയിൽ നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ ഹബീബിന്റെ മഹത്വം പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ വിളിച്ചു പറയാൻ മശായിഖിന്റെ മദദിൽ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ.